അച്ഛാ, ഇന്നലത്തെ മുതലപ്പൊഴി സന്ദർശനം വലിയ വിവാദമായിരിക്കുകയാണ്. അച്ഛൻ അവിടെ കലാപത്തിന് ആഹ്വാനം ചെയ്തു എന്നൊരു ആരോപണമാണ് സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രി തന്നെ ഉന്നയിച്ചിരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? ഞാനും ആർച്ച് ബിഷപ്പും കൂടി ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷമാണ് വെള്ളയമ്പലത്തിൽ നിന്ന് സ്ഥലം സന്ദർശിക്കാനും ആ ദുരന്തത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെയൊക്കെ സന്ദർശിച്ച് അവരെ ആശ്വസിപ്പിക്കാനും ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടതും കാണാതായതുമായ മത്സ്യത്തൊഴിലാളികളുടെയൊക്കെ മൃതദേഹങ്ങൾ എടുക്കുന്നത് പോലുള്ള നടപടികൾ എങ്ങനെ കാര്യക്ഷമമാക്കാമെന്നതിനെക്കുറിച്ച് ആലോചിക്കാനായിട്ടാണ് അവിടെ പോയത്. അവിടെ ഞങ്ങളൊരു 12:30-ക്ക് ശേഷമാണ് എത്തുന്നത്. അപ്പോൾ അവിടെ ഒരു പറ്റം ആളുകൾ, ഞങ്ങൾ കാറിൽ നിന്നിറങ്ങുമ്പോൾ ഒരു പറ്റം ആളുകൾ അവിടെ കൂടി നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ എന്തെങ്കിലും ചർച്ച നടക്കുകയാണെന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് ഈ പറഞ്ഞ മന്ത്രി ശിവൻകുട്ടി ആ ക്രൗഡിൽ നിന്നിടയ്ക്ക് വളരെ വികാരഭരിതനായിട്ട് ഇറങ്ങി വരികയും അദ്ദേഹത്തിൻ്റെ മുഖഭാവമൊക്കെ കണ്ടു കിടന്നാൽ എന്തോ സംഭവിച്ചതുപോലെയാണ്. അദ്ദേഹം എന്നെ കണ്ടിട്ട് ചാടി വേണ്ടി പറയുകയാണ്, ഷോ ഒന്നും കാണിക്കണമെന്ന്. ഞാനൊരു ഷോയും കാണിക്കാൻ വേണ്ടി പോയതല്ല. ഞാനങ്ങനെ ഒരിടത്തും ഷോ കാണിക്കാൻ പോയിട്ടില്ല. ഷോ കാണിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് പോവുകയത്. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് അവിടുത്തെ സ്ത്രീകളെയും മത്സ്യത്തൊഴിലാളികളെയും ഒക്കെ കേട്ടിരുന്നപ്പോൾ മനസ്സിലായത് ഈ മന്ത്രിയാണ് അവിടെ വന്ന് ഷോ കാണിച്ചത്. വളരെ ഏറെ ദുഃഖത്തിലും അവരുടെ സഹോദരന്മാർ, അച്ഛന്മാർ, ആ കുടുംബങ്ങളിലെ അന്നദാതാക്കളുടെയൊക്കെ മരണത്തിൽ വളരെ ആശങ്കാകുലരായിരുന്ന ആ ആളുകളുടെ അടുക്കിലേക്ക് വന്ന് അവരെയൊക്കെ അധിക്ഷേപിക്കുകയാണ് ചെയ്തത്. ഈ ചില മന്ത്രിമാരൊക്കെ പറയുന്നത് അവിടെ 2-3 സ്ത്രീകളെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെ 2-3 സ്ത്രീകളും ഒരു വലിയ കനത്ത പോലീസ് സന്നാഹവും ഒക്കെ അവിടെ ഉണ്ടായിരുന്നപ്പോൾ പിന്നെ എങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന സംഭാഷണങ്ങൾ ഈ അവസ്ഥയിലേക്ക് എത്തി? സംഭാഷണങ്ങളിൽ അവരെ വളരെ മോശമായി അധിക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ടാണ് ചർച്ച വഴിമുട്ടിയത്. ചർച്ച വഴിമുട്ടി ഈ പറഞ്ഞിരിക്കുന്ന അവരെ അധിക്ഷേപിക്കുകയും അവരെയൊക്കെ ഷോ കാണിക്കരുതെന്ന് പറഞ്ഞ് അവരെ പ്രകോപിപ്പിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് മന്ത്രിമാർ അവരുടെ കൈവിട്ടുപോയ സാധനം ആരുടെയെങ്കിലും തോളത്തേണി ചാരി രക്ഷപ്പെടാനുള്ള ശ്രമം. ആ ശ്രമത്തിൻ്റെ ഭാഗമായി പക്ഷേ അവിടെ ഈ സംസാരം കഴിഞ്ഞ് അവർ പോയി. അവിടെ പോലീസ് സേനയുണ്ടായിരുന്നു. ഞാൻ കടന്നു വരുന്നത് ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. ഞാനങ്ങനെ ആഹ്വാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ദൃശ്യമാധ്യമങ്ങളൊക്കെ ഉടനെ ഒപ്പിയെടുക്കുമായിരുന്നു. അതൊരു വലിയ വാർത്ത അവിടുത്തെ ദൃശ്യമാധ്യമങ്ങൾ കൊണ്ടുവരുമായിരുന്നു. പക്ഷേ അത്തരം വാർത്തയൊന്നും ഉണ്ടായില്ല. അവിടെ നിന്ന് തിരിച്ചു വരുന്ന മന്ദിരത്തിൽ കയറിയിരുന്ന് ഇങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന ആഹ്വാനങ്ങളൊക്കെ നടത്തുകയാണ് ചെയ്തത്. അങ്ങനെ കൈവിട്ടുപോയ ഒരു തിരക്കഥ അവർ അവിടെ മന്ത്രിമന്ദിരത്തിൽ നിന്ന് മെനയുകയാണ് ചെയ്തത്. ഏറ്റവും എളുപ്പം വൈദികനെതിരെ ആക്ഷേപം നടത്തുക. അവിടെ ആർച്ച് ബിഷപ്പൊക്കെ അവിടെ ഉണ്ട്, മറ്റ് പോലീസുകാരൊക്കെ ഉണ്ട്. അവരോടൊക്കെ ചെക്ക് ചെയ്താൽ അറിയാം. അപ്പോൾ ഇത് വളരെ ആസൂത്രിതമായി മത്സ്യത്തൊഴിലാളികളുടെ അതിജീവന പോരാട്ടങ്ങളെ നിർവീര്യമാക്കാനായിട്ട് വളരെ ആസൂത്രിതമായി നടത്തിയ ചില നടപടികളുടെ ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത്. അച്ഛൻ കാറിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ഇങ്ങനെ കലാപത്തിന് ആഹ്വാനം ചെയ്തു. പക്ഷേ മത്സ്യത്തൊഴിലാളികൾ, ആ സമൂഹം അത് തള്ളിക്കളഞ്ഞു. അതുകൊണ്ടാണ് അവിടെ ഒരു സംഘർഷം ഒഴിവായത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആശയം. അവിടുത്തെ അന്തരീക്ഷം നോക്കിയിരുന്നത് വളരെ രസകരമാണ്. അവിടുത്തെ കുറേ CPM പാർട്ടി അംഗങ്ങളെയൊക്കെ അണിനിരത്തിക്കൊണ്ടാണ് ഈ മന്ത്രിമാർ അവിടെ രംഗപ്രവേശനം ചെയ്തത്. അപ്പോൾ പിന്നെ അവിടെ സൃഷ്ടിക്കാവുന്ന ആഘാതങ്ങളൊക്കെ മനസ്സിലായി. എനിക്കറിയുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ ഞാനങ്ങനെ എന്തെങ്കിലും പ്രതികരണം നടത്തിയെങ്കിൽ അതെല്ലാം ടെലിവിഷൻ ചാനലിലൂടെയൊക്കെ വരുമായിരുന്നു. അപ്പോൾ ഞാൻ വളരെ ശാന്തമായിട്ട് സാധാരണ പതിവ് പോലെ തന്നെ മുമ്പോട്ട് പോവുകയാണ് ചെയ്ത്. അതിനകത്ത് ഒരു സംസാരം പോലും ഉണ്ടായിട്ടില്ല. ഞാൻ അങ്ങോട്ട് മുന്നോട്ട് വരുമ്പോഴും മന്ത്രിയാണ് എന്നെ നോക്കിയിട്ട് ഷോ കാണിക്കേണ്ട എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അല്ലാതെ ഞാനൊന്നും അതിന് ഒരു തെളിവുമില്ല. വിഴിഞ്ഞ സമരവുമായി ബന്ധപ്പെട്ടാണ് മന്ത്രി ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപം ഉന്നയിച്ചത്. വിഴിഞ്ഞ സമരം ആളില്ലാതെ സർക്കാരിൻ്റെ കാല് പിടിച്ച് അവസാനിപ്പിക്കേണ്ടി വന്നു. അതിൻ്റെ ഒരു വൈരാഗ്യമാണ് വൈദികന് അല്ലെങ്കിൽ അച്ഛന് സർക്കാരിനെതിരെയുള്ളത്, മന്ത്രിമാർക്കെതിരെയുള്ളത്. അതിൻ്റെ ഒരു പ്രതികരണമാണ് ഇന്നലെ അവിടെ കാണാൻ കഴിഞ്ഞത് എന്നൊരു അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന മന്ത്രിസഭയിലെ മുഖ്യമന്ത്രിയുടെ നിലപാടുകൾക്ക് വിരുദ്ധമാണ്. മുഖ്യമന്ത്രി ഞങ്ങളുമായിട്ട് ചർച്ച നടത്തിയിട്ടാണ് തീരുമാനങ്ങളിലെത്തുന്നത്. അപ്പോൾ പിന്നെ പരാജയപ്പെടുത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വളരെ രസമാണ്. ആ പരാജയപ്പെടുത്താനുള്ള പല ശ്രമങ്ങളും നടന്നു. ആ നിഗൂഢമായ ശ്രമങ്ങളൊക്കെ ഞങ്ങൾക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരും ഈ ദിവസങ്ങളിൽ. മറ്റൊരു ആക്ഷേപം എന്ന് പറയുന്നത് പള്ളികൾ കേന്ദ്രീകരിച്ച് പിരിവ് നടത്തുന്നു, അച്ഛൻ്റെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് പണം പിരിക്കുന്നു എന്നൊരു ആക്ഷേപം കൂടി അദ്ദേഹം ഉന്നയിക്കുകയുണ്ട്. അത് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ പാർട്ടിക്കുള്ളിൽ ഇതുപോലെ പണപ്പിരിവ് നടത്തിയ ആളുകൾക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ആദ്യം അതന്വേഷിക്കണം.
എന്നിട്ട് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ആക്ഷേപങ്ങളുണ്ടെങ്കിൽ മുഖ്യമന്ത്രി അതാണ് പരിശോധിക്കേണ്ടത്. അങ്ങനെ ആക്ഷേപങ്ങളെങ്കിലും നിലനിൽപ്പുണ്ടെങ്കിൽ ആ ആക്ഷേപം എടുത്ത് പരിശോധിക്കാൻ റെഡിയാണ്. തീരപ്രദേശത്തെ തിരുവനന്തപുരം ജില്ലയിലെ പ്രത്യേകിച്ച് പ്രദേശങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ മുഴുവനും ചെയ്തിരിക്കുന്നത് സഭയാണ്. അത് മത്സ്യത്തൊഴിലാളികളുടെ ആഗ്രഹപ്രവും അവരുടെ ഒക്കെ പിൻബലത്തോടു കൂടിയാണ് ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ തീരപ്രദേശത്ത് ഒരൊറ്റ വിദ്യാഭ്യാസ സ്ഥാപനം പോലും സർക്കാർ ഉടമസ്ഥതയിലില്ല. ഞങ്ങൾ പല ആവർത്തി ആവശ്യപ്പെട്ടിട്ടുണ്ട്, നല്ല വിദ്യാലയം സ്ഥാപിക്കണമെന്നും വിദ്യാലയങ്ങൾ സ്ഥാപിച്ച് മത്സ്യത്തൊഴിലാളി കുട്ടികൾക്ക് യുവജനങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകണമെന്നും. അത്തരം ഉത്തരവാദിത്തപ്പെട്ട തീരുമാനങ്ങളൊന്നും എടുക്കാതെ പുറംതിരിഞ്ഞ് നിന്നിട്ട് മത്സ്യത്തൊഴിലാളികളുടെ സംഭാവനകളിലൂടെ സൃഷ്ടിക്കപ്പെട്ട ഇത്തരം പ്രവർത്തനങ്ങളെ ആക്ഷേപിക്കാനാണ് നീങ്ങുന്നത്. അതൊക്കെ വളരെ നിരുത്തരവാദപരമായ പ്രസ്താവനയാണ്. അതൊരു മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഈ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന സാധാരണക്കാരനായ ഒരു വ്യക്തിയല്ല, കേരളത്തിൽ ഭരിക്കുന്ന ഒരു മന്ത്രിയാണ്. ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഇത്തരത്തിലുള്ള നിരുത്തരവാദപരമായ പരാമർശങ്ങൾ നടത്തുന്നത് ശരിയാണോ? ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ കൈതൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന മന്ത്രിയാണ് ഈ പറഞ്ഞ മന്ത്രി. അദ്ദേഹം രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഒക്കെ കാത്തു സൂക്ഷിക്കാമെന്നാണ് പ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം തന്നെ കലാപാഹ്വാനം നടത്തിയെന്നൊക്കെ പറഞ്ഞ് ഒരു തെളിവുമില്ലാതെ ഒരു വാസ്തവമില്ലാതെ കലാപത്തിനുള്ള വഴി തിരിക്കുകയാണ്. അത് തെറ്റായ സമീപനമാണ്. അതൊക്കെ തിരുത്തണം. ഈ സഭ എന്ന് പറയുന്നത് തിരുവനന്തപുരം അതിരൂപത എന്ന് പറയുന്നത് അച്ഛൻ പറഞ്ഞതുപോലെ ഒട്ടേറെ സേവനങ്ങൾ നടത്തുന്ന ഈ സമൂഹത്തിലെ വലിയ ഉത്തരവാദിത്തപ്പെട്ട ഒരു സഭയാണ്. ആ സഭയ്ക്കെതിരെയും സഭാ നേതൃത്വത്തിനെതിരെയും ഇത്തരത്തിൽ ഈ തെറ്റായ പ്രചരണം നടത്തുന്നത് സമൂഹത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കില്ലേ? തെറ്റിദ്ധാരണയൊന്നുമില്ല, ശരിയായ ധാരണ ഉണ്ടാക്കും. മത്സ്യമേഖലയിൽ വലിയ സംഭാവനകൾ ചെയ്ത ഒരു രൂപതയാണ് തിരുവനന്തപുരം. മത്സ്യത്തൊഴിലാളികളുടെ സഹകരണ സംഘം, മത്സ്യത്തൊഴിലാളികളുടെ യൂണിയൻ, അതുപോലെ മത്സ്യത്തൊഴിലാളികളുടെ പോരാട്ട രംഗത്തൊക്കെ മാതൃകാപരമായ സംഭാവനകൾ ചെയ്തിട്ടുള്ള രൂപതയാണ് തിരുവനന്തപുരം അതിരൂപത. അതുമാത്രമല്ല, ഈ രാജ്യത്തിൻ്റെ വികസനത്തിനൊക്കെ കൂടെ നിൽക്കുകയും പിന്തുണയ്ക്കുകയും സഹകരിക്കുകയും ചെയ്തിട്ടുള്ള രൂപതയാണ്. അപ്പോൾ അദ്ദേഹം ആ ചരിത്രമൊക്കെ മറന്ന് ഇങ്ങനെ താൽക്കാലികമായ ചില താല്പര്യങ്ങളൊക്കെ സ്ഥാപിക്കാനുള്ള ചില പ്രസ്താവനകളുടെ ഭാഗമായിട്ടാണ് ഇതിനെ ഞാൻ കാണുന്നത്. ഒറ്റ ചോദ്യം കൂടി, ഈ നമ്മുടെ മുതലപ്പുഴയിൽ അച്ഛൻ ഇന്നലെ പോയി എന്ന് പറഞ്ഞു. ഇവിടെ തുടരെ ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുന്നു, വിലപ്പെട്ട മത്സ്യത്തൊഴിലാളി ജീവൻ നഷ്ടപ്പെടുന്നു. അതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടതല്ല? അതിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ വിഴിഞ്ഞ സമരസമയത്തോടനുബന്ധിച്ച് ഞങ്ങൾ ഒരു ആവശ്യം അതായിരുന്നു. അതിനകത്ത് പൂന കേന്ദ്രീകരിച്ചിട്ടുള്ള സെൻട്രൽ വാട്ടർ ആൻഡ് പവർ അതോറിറ്റിയുടെ ഏജൻസി ഇവിടെ വന്ന് പഠനം നടത്തി ഞങ്ങളുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്നു. പക്ഷേ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോയിട്ടില്ല. ശരിക്കും അവിടെ ഈ അപകടത്തിന് കാരണം അശാസ്ത്രീയമായ പുലിമുട്ട് നിർമ്മാണമല്ല? പുലിമുട്ട് നിർമ്മാണം ഇപ്പോൾ അവിടെ ഈ പുലിമുട്ടിലേക്ക് മണലടിയുകയാണ്. ആ മണലടിയുന്നത് കാരണം ആ പോർട്ടിൻ്റെ മുഖത്ത് കടലടിക്കുകയാണ്. അതാണ് പ്രശ്നം.